ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് ഇന്ന് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്നൊരു എരിശ്ശേരിയാണ് വെക്കുന്നത്. ഈ പഴയ കാലത്ത് നമുക്ക് എരിശ്ശേരി വെക്കുന്ന ഓരോ സമയങ്ങളുണ്ട്, ഓരോ അവസരങ്ങളുണ്ട്. നമ്മൾ ചിങ്ങമാസം 1-ാം തീയതി നമ്മളൊരു എരിശ്ശേരി വെക്കും. അതുപോലെ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അന്നൊന്നും കാശ് കൊടുത്ത് മേടിക്കില്ല. നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ മത്തങ്ങായും ചേനയും പയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിങ്ങമാസം 1-ാം തീയതി നാളെന്ന് നമ്മൾ എരിശ്ശേരി വെച്ചിരിക്കും. അത് അത്യാവശ്യ കാര്യം. എല്ലാവരും എരിശ്ശേരി കൂട്ടിയാണ് അന്ന് ചോറുണ്ണുന്നത്. അങ്ങനെ ഓരോ വിശേഷങ്ങളിലും നമുക്ക് പഴയ കാലത്ത് എരിശ്ശേരി വെക്കുമായിരുന്നു. അതുപോലെ സദ്യക്കാന്നേലും അതുപോലെ തന്നെ എരിശ്ശേരി വെക്കും. ചക്ക എരിശ്ശേരി അത്ര ഇല്ല. ഇന്ന് എരിശ്ശേരി അത്ര ഇല്ല. ചക്കയുള്ള കാലത്തുണ്ടല്ലോ, അത്താഴ സദ്യക്കൊക്കെ ചക്ക എരിശ്ശേരിയാണ്. ചക്ക എരിശ്ശേരി കുറെ ചക്ക അങ്ങ് വെട്ടിയിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടിയിട്ട് വാർപ്പിനകത്ത് ചക്ക എരിശ്ശേരി വെച്ചാലുണ്ടല്ലോ, ആ എരിശ്ശേരി മാത്രം മതി. ആ തേങ്ങ അവരുടെ ആ എരിശ്ശേരി മാത്രം മതി, ചോറൊന്നുമില്ല. അതുപോലെ പഴയ കാലത്ത് പെരകെട്ട് സദ്യക്ക് എരിശ്ശേരി, തുറുകുടിയിൽ സദ്യക്ക് എരിശ്ശേരി, അങ്ങനെയൊക്കെ സദ്യകളാണൊക്കെ. അന്നെല്ലാം എരിശ്ശേരിയാണ്. ആ സദ്യയുടെ ഒന്നാമൻ എരിശ്ശേരിയാണ്. ഇപ്പോഴപ്പോൾ ആ എരിശ്ശേരിയൊക്കെ പോയി കേട്ടോ. ഇപ്പം ആരും അങ്ങനെ എരിശ്ശേരി മേടിക്കും. ഇപ്പം നമ്മളെല്ലാം കാശ് കൊടുത്ത് മേടിക്കണം. ഞങ്ങളുടെ ഒന്നും കാലത്തൊന്നും കാശ് കൊടുത്ത് മേടിച്ചല്ല എരിശ്ശേരി വെക്കുന്നത്. അപ്പം പിന്നെ അതുപോലെ പുത്തരി ഊണം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. പുന്നല്ലി ചിങ്ങമാസത്തിലാണ് പുന്നല്ലി കൊയ്ത് കൊണ്ടത്. പുന്നല്ലിനും എരിശ്ശേരിയും പുന്നല്ലിയോറുമാണ് ഉണ്ണുന്നത്. അപ്പം അങ്ങനെ എരിശ്ശേരി സദ്യക്ക് ഒന്നാമനായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ വെക്കാൻ പോകുന്ന ഒരു എരിശ്ശേരിയാണ് വെക്കുന്നത്. നമ്മളൊരു മത്തങ്ങ എരിശ്ശേരിയാണ്. മത്തങ്ങ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം കുറേ മത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, നിങ്ങളൊക്കെ കാണിച്ചല്ലേ ഞാനും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇന്നലെ മത്തങ്ങ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അമ്മയുടെ പണ്ടത്തെ കാലത്തുണ്ടാകുന്ന ആ പഴയ കാല എരിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ പഴയ കാല എരിശ്ശേരി കാണുന്നതിന് ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ ഇപ്പൊ ഓണം വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓണസദ്യയിൽ പ്രധാനപ്പെട്ട സാധനമാണ് എരിശ്ശേരി എന്ന് പറയാം. പക്ഷെ ഓണസദ്യക്ക് മാത്രമല്ല, അല്ലാത്തപ്പോഴും എരിശ്ശേരി ഉണ്ടാക്കാം. ഇങ്ങനെ വിശേഷങ്ങളെല്ലാം എരിശ്ശേരി ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു കാര്യമുള്ള എന്നാ വെച്ചാൽ നമ്മുടെ ഓണത്തിന്റെ കുറെ അധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ കാണാൻ മറക്കരുത് അല്ലേ. കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് കിടപ്പുണ്ട്, ഈ വർഷത്തെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ വീഡിയോസ് കാണാതെ അമ്മ മത്തങ്ങ അങ്ങനെ അധികം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഏതാണ്ട് 1 കിലോയും 100 ഗ്രാമുമാണ് കൃത്യം പറഞ്ഞ മത്തങ്ങയുടെ. ഇത് 40 രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മത്തങ്ങ കാശ് കൊടുത്ത് വാങ്ങിച്ചില്ല. കാരണം നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ മത്തങ്ങയായിരുന്നു. കൊടുത്ത് എന്തോരം മത്തങ്ങ ആൾക്കാർക്ക് പറിക്കാതെ കിടന്ന്. പക്ഷെ ഈ പ്രാവശ്യം നമ്മളിത് കാശ് കൊടുത്ത് മത്തങ്ങ വാങ്ങിച്ചതാണ്. 1 കിലോ മത്തങ്ങ മൊത്തം വേണം നമുക്ക് എരിശ്ശേരിക്ക്. മൊത്തം ഇവിടെ എരിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം എന്താണെന്നറിയോ, ചോറ് കഴിക്കില്ല ആൾക്കാര്. ഞങ്ങളൊക്കെ എരിശ്ശേരി കോരിയിട്ടാ കഴിക്കുന്നല്ലേ. വൈകുന്നേരം ഒക്കെ ചായക്ക് ഞങ്ങൾ എരിശ്ശേരി കഴിക്കുക. ഒരു സ്പൂൺ ഇട്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിന്റെ അകത്ത്, നമ്മുടെ ക്വാർട്ടർ പ്ലേറ്റിന്റെ അകത്തേക്ക് എരിശ്ശേരി എടുത്തോണ്ട് പോയി കഴിച്ചാല് ചായക്ക് വേറെ ഒന്നും വേണ്ട അല്ലെ. എരിശ്ശേരി കഴിക്കും. അതുപോലെ വൈകുന്നേരം TV കണ്ടോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എരിശ്ശേരി ഉണ്ടെങ്കിൽ എരിശ്ശേരി കഴിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കറിയാണ് കേട്ടോ മത്തങ്ങ എരിശ്ശേരി ഞങ്ങളുടെ വീട്ടിലത്തെ. കാരണം നമ്മൾ ഈ മോറിലൊക്കെ പോകുമ്പോൾ മോറില് റിലയൻസിൽ കൂടുതൽ സാധനം വാങ്ങിക്കുന്നത്. അപ്പൊ അവരെപ്പോഴും കളിയാക്കും. അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിക്കവാറും ഓഫർ വരും മത്തങ്ങയ്ക്കൊക്കെ മിക്കവാറും. അപ്പൊ ആ ഓഫറിന്റെ കൊണ്ട് നമ്മൾ അവിടുന്ന് മത്തങ്ങ എപ്പോഴും വാങ്ങിക്കും. അത് വേറെ കാര്യം. എങ്കിലും അവിടെ ചെല്ലുമ്പോഴേ അവർ പറയും ഇന്ന് മത്തങ്ങയ്ക്ക് വിലക്കുറവാട്ടോ, മത്തങ്ങ ഉണ്ട് കേട്ടോ എന്ന് പറയൂല. ഞങ്ങൾ എന്നും വാങ്ങിക്കുന്ന ഞങ്ങളുടെ പ്രധാന സാധനമാണ് മത്തങ്ങ. മത്തങ്ങ കൊണ്ട് ഞങ്ങൾ പല കറികളും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതെ ഇതിന്റെ തൊണ്ട് ഇങ്ങനെ ചെത്തിയില്ലമ്മേ. തൊണ്ട് ചെത്തും. പണ്ട് ഈ തൊണ്ട് തോരൻ വെക്കും. ഇത് നമ്മള് തോരൻ വെച്ച് കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ദീപനാളത്തിൽ കിടപ്പുണ്ട് മത്തങ്ങ തൊണ്ടിന്റെ ഒരു റെസിപ്പി കിടപ്പുണ്ട് കേട്ടോ. തൊണ്ട് കൊണ്ടുള്ള തോരൻ ഇച്ചിരിയുടെ രസം കൂട്ടി ചെത്തിയെടുക്കും. അന്നേരം അത് കിടപ്പുണ്ട്. നമ്മുടെ പയറും കൂടി ഇട്ടല്ലേ വെക്കുന്നത്. പയറിടും, പയറിടാതെ ഓണത്തിനൊക്കെ എന്റെ വീട്ടിലൊക്കെ മത്തങ്ങാത്തോണ്ട് തോരൻ വെക്കുന്നത്. ഇത്രയാണ് കേട്ടോ ചെത്തി കളയുള്ളൂ. പയ്യെ ഒന്ന് ചേന്തി അങ്ങ് കളയാവുള്ളൂ. അല്ലാതെ ഒത്തിരി നമ്മൾ ഇനി ഇടയ്ക്കൊക്കെ തൊണ്ട് ഇരിക്കണം ചെറിയ കഷ്ണമൊക്കെ അല്ലെ എരിശ്ശേരിക്ക് കടിച്ചാൽ നല്ലതാ. അത് തന്നെ. അങ്ങനെ അമ്മതെ മത്തങ്ങ ചെത്തി ഇപ്പൊ അരി വട്ടത് ഇങ്ങനെയാണ് കഷ്ണമാക്കും. അതെ, അത്യാവശ്യം ഇച്ചിരി വലിപ്പമുണ്ട് കഷ്ണത്തിനല്ലേ. സാമ്പാർ കഷ്ണത്തിനേക്കാളും വലിപ്പമില്ലേ. സാമ്പാറിനേക്കാളും വലിപ്പത്തിൽ വേണം അരിയാനായിട്ട്. കണ്ടോ, ഇങ്ങനെ മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ എരിശ്ശേരിക്ക് അരിക്കുന്നത്. ഇതാണ് എരിശ്ശേരി അരിച്ചിൽ അല്ലെ. ഓരോന്നിനും ഓരോ അരിച്ചിൽ രീതികളാണ് അല്ലേ. എരിശ്ശേരിക്ക് ഒരു അരിച്ചില്, അവിയലിന് ഒരു അരിച്ചില്, സാമ്പാറിന് മറ്റൊരു അരിച്ചില്, വേറൊരു കൂട്ടുകറിക്ക് വേറൊരു അരിച്ചില്, കൂട്ടുകറിക്ക് വേറൊരു അരിച്ചില്. നമ്മുടെ മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് മത്തങ്ങ അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒപ്പം നമ്മൾ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ഉണ്ടോ? ഒറ്റ തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ തേങ്ങ കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യണം മത്തങ്ങ എരിശ്ശേരിക്ക്. അതാണ് പ്രത്യേകത അല്ലേ. മത്തങ്ങ അരിശ്ശേരി കുറച്ച് അരച്ചാൽ മതി. പക്ഷെ വറയാണ് മത്തങ്ങ അരിശ്ശേരിക്ക് കൂടുതൽ വേണ്ടുന്നത്. തേങ്ങ വറുത്തിട്ടെങ്കിലേ ആ എരിശ്ശേരിയുടെ രുചി വരുള്ളൂ. അപ്പൊ നമുക്ക് ഈ മത്തങ്ങ ഈ കുക്കറിലോട്ട് എടുക്കാം. കുക്കറിലാകുമ്പോൾ 2 വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം.
കുക്കറിലേക്ക് ഇടാം അല്ലെ? അപ്പൊ ആ കുക്കറിന്റെ അകത്ത് ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കണേ. 1/4 ടീസ്പൂൺ അല്ലെ? മത്തങ്ങയ്ക്ക് നല്ല മഞ്ഞ നിറമുണ്ട്. മഞ്ഞ നിറം, മഞ്ഞൾപ്പൊടി അല്ലെ? മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ ഉപ്പ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ 1 ടീസ്പൂൺ അടുത്ത് ഒരു അല്ലെ? 3/4 ടീസ്പൂണേക്കാളും കൂടുതലുണ്ട്. 1 ടീസ്പൂൺ അടുത്ത് ഉപ്പ്. പിന്നെ നമ്മൾ പിരിയമുളകിന്റെ പൊടി അല്ലിടുന്നത് സാധാ മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടു, എരിവുള്ള മുളക് പൊടി. പിന്നെ നമ്മൾ സ്വല്പം കറിവേപ്പിലയും കൂടെ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പൊ ആ കറിവേപ്പിലയും കൂടെ തിളയ്ക്കുമ്പോഴേ ഒരു നല്ല മണം വരും, നല്ല മണം രുചിയുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കറിവേപ്പിലയും കൂടെ ഇതിന്റെ കൂടെ ഇടുകയാണ്. പിന്നെ ഒരു ശകലം വെള്ളം വേണ്ട, മത്തങ്ങ വേകുമ്പോൾ വെള്ളമുണ്ട്. എന്നാലും കുക്കർ ആയതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് കുറവുണ്ട്. അപ്പൊ നമ്മളൊരു ശകലം വെള്ളവും വെച്ചാൽ മതി. വെള്ളം നമുക്ക് നോക്കാം. അപ്പൊ ശകലം വെള്ളവും കൂടെ നമ്മൾ തളിച്ചു കൊടുത്തു. 2 വിസിലടിച്ചാൽ മതി. അപ്പൊ നമ്മൾ കുറച്ച് തേങ്ങ അരച്ചാൽ മതി. ബാക്കി നമുക്ക് വറുത്തിടണം. 2 അതിന്റെ കൂടി അരക്കാനുള്ളതിനകത്ത് നമ്മൾ ഈ വെളുത്തുള്ളിയാണ് മത്തങ്ങയ്ക്ക് ചേർക്കുന്നത്. വെളുത്തുള്ളി അരക്കണം നിർബന്ധമൊന്നുമില്ല, ഒന്ന് ചതഞ്ഞാൽ മതി. അപ്പൊ ഇത്രയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ സ്വല്പം ജീരകം, ഇത്ര ജീരകവും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടു, ജീരകം ഇട്ടു, തേങ്ങ ഇട്ടു. അത്രേ ഉള്ളൂ. ഉള്ളിയൊന്നും വേണ്ട. ഇത് ഒന്ന് അരച്ചെടുക്കണം അല്ലേ? അരച്ച ചതഞ്ഞോ ആയാ മതി. അത് പിന്നെ ഇത് നമുക്ക് വറക്കുമ്പോഴാണ് നമുക്ക് അന്നേരം കാണാം അല്ലെ? മത്തങ്ങ വെന്തിരിപ്പുണ്ട് കേട്ടോ. ഒപ്പം നമ്മളിത് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വറക്കാനുള്ള തേങ്ങ ഇവിടെ സെറ്റാണ്. നമ്മൾ ഉരുളിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇടുക അല്ലേ? ചുവന്ന സാധാ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ അങ്ങ് പൊട്ടിക്കുന്നത് അല്ലേ? ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നു അല്ലേ? ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ അല്ലേ? ചുമക്കണം പതുക്കെ. ചുവന്നു വേണം അല്ലെ? സാധാ കടുക് പൊട്ടിക്കുന്ന ഒരു പരിവ് അല്ലേ? അത്രയും വരല്ല അല്ലേ? അതാണ് ചോദിച്ചത്. കാരണം നമുക്ക് തേങ്ങ ഇടാനുള്ളതാണ് ഇതിന്റെ അകത്ത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ സാധാ കടുക് മൂക്കണ പോലെ മൂക്കണ്ട. ജസ്റ്റ് ഇത് ഇങ്ങനെ അത് തന്നെ. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും മൂത്താ മതി. ഇനി തേങ്ങയും കൂടി ഇട്ട് ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതല്ലേ? നന്നായിട്ട് ചുമക്കണം ഇനി തേങ്ങ അല്ലേ? നന്നായിട്ട് ചുമക്കണം. അതാണ് എരിശ്ശേരി പരുവം എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മളത് തേങ്ങ അരച്ചത് കണ്ടോ? അത് ഇത്രയാണ് കേട്ടോ അരച്ചിട്ടുള്ളൂ. നമ്മ ഇതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അരയ്ക്കാനായിട്ട്. തുള്ളി വെള്ളം ഒഴിച്ചു, ലേശം അല്ലെ? ഒരു 2 സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അല്ലേ? അത്രയല്ലേ തളിച്ച് അത് ഒഴിച്ചിട്ട് കണ്ടോ? ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്നും അരഞ്ഞിട്ടില്ല. കണ്ടില്ലേ? ഈ ഒരു പരുവാണ്. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എരിശ്ശേരിക്ക് അരപ്പ് വേണ്ടത്. നമ്മുടെ മത്തങ്ങ കണ്ടോ? നമ്മൾ കുക്കറിൽ എന്തെങ്കിലും എടുത്തിട്ടോ മുളകൊക്കെ ഒന്നിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കേട്ടോ, കണ്ടില്ലേ? നമ്മുടെ തേങ്ങ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിശ്ശേരി പരുവത്തിൽ മൂത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് മൂക്കണം അല്ലേ? മൂത്തു. നമ്മൾ അരച്ചു വെച്ച തേങ്ങയും കൂടെ നമ്മുടെ അരപ്പ് നമ്മൾ ഇതിന്റെ ഇട്ട് കൊടുത്തല്ലേ? അത് മൂക്കൊന്നും വേണ്ടല്ലോ, മൂക്കണ്ട. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അല്ലേ? ഇനി നമ്മ ചെയ്യണേ? മത്തങ്ങ ഉടഞ്ഞിടുക. ഓ, നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങയില്ലേ? അതെ, അതിൽ വെള്ളമുണ്ട്. നമ്മൾ ഒഴിച്ചതിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട് അല്ലേ? മത്തങ്ങയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇളക്കി കൊടുക്കണം. അതിന് വേറെ വെള്ളം ചേർക്കണം. നമ്മുടെ മരത്തവിയും കൊണ്ട്, നമ്മുടെ ചെറ്റത്തവിയില്ലേ, ചെറ്റത്തവിയും കൊണ്ട് പയ്യെ ഒന്ന് ഉടച്ചു കൊടുക്കണം അല്ലേ? നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കണേ. എരിശ്ശേരിക്ക് ഒരു പരുവുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പാറും അവിയലിന്റെ പരുവല്ല എരിശ്ശേരിയുടെ പരുവ് അല്ലേ? ഒരു പരുവം, ഒരു ടെസ്റ്റർ വേറെ ടെസ്റ്ററാണ്. എല്ലാ കറിയൊക്കെ ഓരോ പരുവം. അത് തന്നെ. ചൂടുവെള്ളം കൂടെ നമുക്ക് മിക്സി കഴുകി ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഇനി ഒഴിക്കുകയോ ഒരു കറിക്ക് ഒഴിക്കത്തില്ല നമ്മള്. അപ്പൊ നമ്മ കുക്കർ മാത്രല്ല, മിക്സി മാത്രല്ല, കുക്കറും കഴുകി വെള്ളം ഒഴിച്ച് വേവിച്ച കുക്കറും കഴുകി വെള്ളയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും എരിശ്ശേരിയും സത്യമേ തൊടുകറിയുടെ ഒക്കെ കൺസെപ്റ്റിൽ തന്നെ അല്ലേ? ശകലം വെള്ളം വേണം. എന്നാലും ഇലയിൽ വിളമ്പിയാൽ പോകരുത് അല്ലേ? പോകാതെ അവിടെ ഇരിക്കണം എരിശ്ശേരി. നമുക്ക് മത്തങ്ങ എരിശ്ശേരി ഉണ്ടെങ്കിൽ അതുണ്ടാക്കാം. ഇനി കൂട്ടുരിശ്ശേരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണേലും ഉണ്ടാക്കാം അല്ലേ? കൂട്ടുരിശ്ശേരി ആണെങ്കിൽ മത്തങ്ങയുടെ പൊടിച്ച് ചേനയും അല്ലേ? നമുക്ക് അടുത്ത കൂട്ടുരിശ്ശേരി വെക്കാം. മത്തങ്ങയ്ക്ക്
ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ശരീരത്തിന്. നമുക്ക് മെഡിക്കലി ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയണ കേൾക്കാം മത്തങ്ങ കൂടുതൽ നല്ലതാണ് കഴിക്കണം, ശരീരത്തിന് നല്ലതെന്നൊക്കെ പറയണ കേൾക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോറിന്റെ അളവ് കുറച്ചിട്ട് ഇങ്ങനത്തെ കറികളൊക്കെ കൂടുതൽ കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി അങ്ങനെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാണ് മത്തങ്ങ എരിശ്ശേരിയുടെ പരിവം. ഇനി ഒന്ന് തിളച്ചാൽ മതി. തിള കണ്ട പൊട്ടി തിളയ്ക്കും. കാരണം ആ ടെസ്റ്റർ അങ്ങനെ ആയതുകൊണ്ട് ഒത്തിരി എന്താ പറയുക വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. കണ്ടോ, ഈ രീതിയിലിരിക്കും മത്തങ്ങ എരിശ്ശേരി. കണ്ടില്ലേ, നമുക്ക് തീ കെടുത്താം. കണ്ടില്ലേ, ഇനി ഇത് തിളയ്ക്കൊന്നും വേണ്ട, ഒരു ഒറ്റ തിള അത്രേ ഉള്ളൂ. അതിനുശേഷം ഇതിന്റെ അകത്ത് ഞാൻ ചെയ്യുന്ന പച്ചക്കറിവേപ്പിലയും ഓക്കെ, ഒരു ലേശം പച്ചക്കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി. അപ്പൊ നമ്മുടെ എരിശ്ശേരി അങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കറിവേപ്പിലയൊക്കെ അതിന്റെ മുകളിലിട്ട് നല്ല അടിപൊളി കറിയാണ്. നല്ലൊരു വാസനയൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തിട്ടതിന്റെ ഒരു നല്ല മണവും ഉണ്ട്, നല്ല ഗുണവും. ചോറ് പക്ഷെ നമ്മൾ ചോറ് മാറ്റി വെച്ചിട്ട് നമ്മുടെ എരിശ്ശേരി തിന്നും. അങ്ങനെ നമ്മുടെ ഈ മത്തങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും മറക്കുകയും ചെയ്യരുത്. അപ്പൊ ഓണക്കാലമാണ് വരാൻ പോകുന്നത്. നമുക്ക് ഇനി ഒരുപാട് കറികൾ ഇങ്ങനെ വെക്കാനുണ്ട്, ഓണക്കറികൾ. അപ്പൊ നമുക്ക് ഓരോ ദിവസം എന്തൊരു എളുപ്പമായി കറിയൊക്കെ അല്ലേ, പെട്ടെന്ന് പാടില്ല. ഓണസദ്യയുടെ കറികളൊക്കെ എങ്ങനെയാ, നമുക്ക് ടപ്പടപ്പേന്ന് വെക്കാവുന്ന കറികളാണ്. പിന്നെ പാടുള്ള കറിയൊക്കെ തലേദിവസം വെച്ച് വെക്കാൻ പറ്റും. അപ്പൊ സദ്യ ഒരു ഗംഭീരമാക്കി ഈ പ്രാവശ്യം നിങ്ങൾ മാറ്റുക. നമ്മൾ സദ്യ പുറത്തുനിന്ന് വാങ്ങിക്കുകയോ ഓർഡർ ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സദ്യ, അല്ലേ? എല്ലാവർക്കും പറ്റും ഉണ്ടാക്കാനായിട്ട്, അല്ലേ?